കുവൈത്തിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രാ പ്രതിസന്ധി രൂക്ഷമാകുന്നു. പരിമിതമായ സർവീസുകളും കുത്തനെ ഉയർന്ന ടിക്കറ്റ് നിരക്കുകളും പ്രവാസികളെ ദുരിതത്തിലാക്കുകയാണ്. അതിനിടെ വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഏകീകരണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രാ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പരിമിതമായ സർവീസുകളും കുത്തനെ ഉയർന്ന ടിക്കറ്റ് നിരക്കുകളും കാരണം ആയിരക്കണക്കിന് പ്രവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്കൂൾ അവധി അടുത്തെത്തുന്നതോടെ യാത്രാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. നിലവിൽ 200 മുതൽ 400 കുവൈറ്റ് ദിനാർ വരെയാണ് പല റൂട്ടുകളിലെയും ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം 60,000 മുതൽ 1,00,000 രൂപ വരെയാകും. കുവൈറ്റ് എയർവേസും ജസീറ എയർവേസുമാണ് നിലവിൽ കുവൈറ്റിൽ നിന്നും സർവീസ് നടത്തുന്നത്. മറ്റു വിമാന കമ്പനികളുടെ സർവീസുകളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 10 ലക്ഷത്തിലേറെ ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ താമസിക്കുന്നത്. നേരത്തെ വിദേശ എയർലൈനുകളിൽ ബുക്ക് ചെയ്ത പല ആളുകളും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായാണ് വിവരം. അതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ചില വിമാന കമ്പനികൾ ജൂൺ മാസത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും സർവീസ് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം പല റൂട്ടുകളിലും ലഭ്യമായിട്ടില്ല. പരിമിതമായ സർവീസുകളും ഉയർന്ന നിരക്കുകളും കാരണം സാധാരണ പ്രവാസി കുടുംബങ്ങൾ വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് നേരിടുന്നത്. അതേസമയം അമിത വിമാന ടിക്കറ്റ് നിരക്കിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്നും നിരക്കുകളിൽ ഏകീകരണം വേണമെന്നും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സ്വകാര്യ വിമാന കമ്പനികളുടെ കൊള്ള നിയന്ത്രിക്കാൻ സ്വതന്ത്ര സംവിധാനം ആവശ്യപ്പെട്ട ഹർജിയിൽ ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഒരേ സെക്ടറിലേക്ക് ഒരേ ദിവസം 2 കമ്പനികൾ നടത്തുന്ന സർവീസിൽ പോലും നിരക്കിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.